സുജാതൻ, ഇത്തവണ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ ധാരാളം ഈ CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ കണ്ടു. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളുമൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചത്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ CPM മണ്ഡലങ്ങളിൽ അധികം പോകാതിരുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് CPM സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തിനോട് ചില ഗ്രൗണ്ട് റിയാലിറ്റീസ് നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. ജനവികാരം പൊതുവെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നതിനും എതിരാണ്. പ്രത്യേകിച്ചും അദ്ദേഹം കേരളത്തിലൊരു പര്യടനം നടത്തിയായിരുന്നു. എല്ലാ സർവേയിലും മിസ്റ്റർ രാമേന്ദ്രൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞില്ല. ഈ അദ്ദേഹത്തിൻ്റെ ആ യാത്രയ്ക്ക് വളരെ നെഗറ്റീവ് പ്രതികരണമാണ് എല്ലാത്തിലും ലഭിച്ചത്. ബസ് യാത്രയുടെ എല്ലാ നമ്മൾ കണ്ട 3 ചാനൽ ചർച്ചകളിലും ചാനൽ സർവേകളിലും ഓരോ പോയിൻറ്റും ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള ആര് എന്നൊക്കെ പറഞ്ഞ് വരുന്നിടത്തെല്ലാം ആ യാത്രയ്ക്ക് വലിയ തിരിച്ചടിയാണ് ജനങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ വികാരം പൊതുവിൽ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴുണ്ട്. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, അത് വ്യക്തിപരമായി മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു ജനരോക്ഷമാണ്. അത് നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കണം CPI മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊന്നും ഇതുവരെയും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സാർവത്രികമായി കണ്ടിട്ടില്ല. CPIയുടെയിലുണ്ട്, CPM മത്സരിക്കുന്നുണ്ട്. കൊല്ലത്ത് പോയിരുന്നു, മുകേഷിൻ്റെ മണ്ഡലത്തിൽ പോയിരുന്നു. ഒരു ഹ്രസ്വ സന്ദർശനം അദ്ദേഹം ഒരു പ്രഭാഷണമൊക്കെ ഇട്ടിരുന്നു. അതല്ലാതെ കാസർഗോഡ് മുതൽ ഇവിടെ ആലപ്പുഴ വരെ ഇദ്ദേഹം ഇതുവരെയും പ്രചരണത്തിന് ഒരു വേൾവിൻ ക്യാമ്പയിൻ ഉണ്ടായില്ല. താരപ്രചാരകൻ എന്നുള്ള പദവിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നു. ഇതാണ് ഉദ്ദേശം. അത് സംബന്ധിച്ച് വയനാട്ടിൽ പോയി ഇദ്ദേഹം. വയനാട്ടിൽ പോയ പിണറായി വിജയൻ കണ്ണൂർ മണ്ഡലത്തിൽ CPMൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ല. തൊട്ടപ്പുറത്ത് കാസർഗോഡില്ല, വടകരയിൽ ഇതുവരെയില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പാർട്ടി അദ്ദേഹത്തിന് സ്ട്രിക്റ്റായ ചില നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നല്ലേ. പിന്നെ മലബാറിലെ ആദ്യഘട്ടങ്ങളിലെ പ്രസംഗങ്ങളിൽ അദ്ദേഹം കുറച്ച് മണ്ടത്തരങ്ങൾ പറഞ്ഞിരുന്നു. ആ ജയ് ഹിന്ദ്, ചെമ്പകരാമൻപിള്ള ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് വേറൊരു മുസ്ലിം ആണ് പറഞ്ഞതെന്നും, പിന്നെ മറ്റേ ഭാരത് മാതാ കി ജയ് അതും വേറെ ഒരാളുടെ തലയ്ക്ക് വെച്ചിരുന്നു അദ്ദേഹം. ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന്, ചരിത്ര യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വളരെ ദൂരെയായിരുന്നു. അതെ, ഇതൊക്കെ ഇദ്ദേഹത്തിന് ആര് ഫീഡ് ചെയ്ത അറിവുകളാണെന്നറിയില്ല. ഏതായാലും ഒരു ആധികാരിക ഗ്രന്ഥത്തിൽ പിണറായി വിജയൻ ഒരു ബുദ്ധിജീവിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പോലും പറഞ്ഞിട്ടില്ല. അതെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഈ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വന്നുകൂടുന്നതിന് ഞാൻ അദ്ദേഹത്തെ മാത്രം കുറ്റപ്പെടുത്തില്ല. അദ്ദേഹത്തിന് വളരെ പ്രബലനായ ഒരു പ്രസ് സെക്രട്ടറി ഉണ്ട്, ഔദ്യോഗികമായി തന്നെയുണ്ട്. അതുകൂടാതെ ദേശാഭിമാനി പത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് ആശയങ്ങൾ ഫീഡ് ചെയ്യാൻ അനേകം പേരുണ്ട്. അതിൽ സീനിയർ എഡിറ്റോറിയൽ ലെവലിൽ പ്രവർത്തിച്ചിരുന്ന മനോജ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഉള്ളപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ ഗുരുതരമായ വീഴ്ചകൾ പറ്റുന്നുണ്ട്. ഇത്തരം വീഴ്ചകളുള്ള പ്രസംഗമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദം അദ്ദേഹം എന്ത് പറഞ്ഞാലും കൈയടിക്കും. അങ്ങനെയുള്ളൊരു പക്ഷേ നയനാരെ പോലെയൊന്നും ഒരു ക്രൗഡ് പുള്ളർ അല്ലെങ്കിലും പിണറായി വിജയൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നല്ല അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളാണ്. കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കും. അങ്ങനെ ഒരാളെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ BJPയെയും കോൺഗ്രസിനെയും ഒരുപോലെ നിർത്തിപ്പൊരിക്കാൻ പറ്റുന്ന ഒരു നാവുള്ള ഒരാളെ ഇറക്കാത്തത്. സുജാതൻ, എനിക്ക് തോന്നുന്നത് ആ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് മുതൽ നമ്മളിത് കാണുന്നുണ്ട്. അവിടെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ. കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഭൂരിപക്ഷം കുതിച്ചു വരികയല്ലേ ചെയ്തത്. അവിടെ ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. അല്ല, പുതുപ്പള്ളി മണ്ഡലം അസംബ്ലി മണ്ഡലം നമ്മളൊരു വേറെ സാഹചര്യത്തിലാണ് കാണണം. അത് ട്രഡീഷണലായി
50 വർഷത്തിലേറെയായി ഉമ്മൻചാണ്ടി തുടർച്ചയായിട്ട് ജയിച്ചു വരുന്നൊരു സ്ഥലം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം മകൻ അല്ലല്ല, ഞാൻ പറയുന്നത് സാധാരണ ഈ പാർട്ടിയുടെ ഒരു സംഘടനാ രീതി അനുസരിച്ചിട്ട് എങ്ങനെയെങ്കിലും കുറേ ആളുകളെ കുടുംബശ്രീ പ്രവർത്തകരോ ആരെങ്കിലും ഒക്കെ കൊണ്ട് പണ്ട് ഈ പോലീസുകാരെയൊക്കെ എയർ ക്യാമ്പിൽ നിന്നൊക്കെ കൊണ്ടുവന്നൊക്കെ നിറയ്ക്കുന്ന പോലെ ആളുകളെ ഇപ്പൊ അങ്ങനത്തെ ആളുകളെയും കിട്ടുന്നില്ല. അല്ല, CPM-ന്റെ അതിൽ നിന്ന് തെളിയുന്നത് എനിക്ക് തോന്നുന്നത് അണികൾക്ക് ആ പ്രസംഗങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല. അവർ പുറംതിരിഞ്ഞു നിൽക്കുന്നു. അത് ശരിയാണ്. പഴയതുപോലുള്ള ആവേശത്തോടെ പ്രസംഗം കേൾക്കാൻ പോകുന്ന അണിബലം ഉള്ള ഒരു പാർട്ടി CPM ആണെങ്കിലും അതിനിപ്പോൾ ആളുകൾ കിട്ടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതാണ് ഈ ജനവികാരം പൊതുവിൽ. അത് ഗവൺമെൻറ്റിന് മാത്രമല്ല, ആ ഗവൺമെൻറ്റിനെ നയിക്കുന്ന ആളിനും അത് ജനങ്ങളോട്. പിന്നെ പാർട്ടിക്കെതിരെ ഈ പണം വിടർത്തി നിൽക്കുന്ന ആരോപണങ്ങളുണ്ടല്ലോ, എക്സാലോജിക്കോ കരിമണലോ കരുവന്നൂർ ബാങ്കോ, ഇതിനൊന്നും ഫലപ്രദമായി ഉത്തരം പറയാനുള്ള കോപ്പ് കയ്യിലില്ല. അതിൻ്റെ മുസ്ലിം പ്രീണനമാണെങ്കിലോ അത് തിരിച്ചടിക്കുന്നുള്ള അവസ്ഥ വന്നു. SDPI UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി. നമ്മൾ പറയാനുള്ള എളുപ്പത്തിനെങ്കിലും പറയുന്ന ഒരു പിണറായിസം ഉണ്ട്. ഈ പിണറായിസം കേരള സമൂഹത്തിൽ ക്ലച്ച് പിടിക്കുന്നില്ല. അത് പിണറായി ഒഴിച്ച് ബാക്കി എല്ലാവരും റിയലൈസ് ചെയ്യുന്നു പാർട്ടിയിൽ എന്നല്ലേ ഈ തിരഞ്ഞെടുപ്പിലുള്ള അദ്ദേഹത്തിൻ്റെ സാർവത്രികമായ അസാന്നിധ്യത്തിൻ്റെ. അതെ, അദ്ദേഹത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് അദ്ദേഹം ആ ബോംബ് പൊട്ടിച്ച DYFI-ക്കാരെയും സംരക്ഷിക്കുമായിരുന്നു പിണറായി വിജയനാണ്. പക്ഷേ സെക്രട്ടറി MP ഗോവിന്ദനെ തള്ളിക്കളഞ്ഞല്ലോ. അതെ, DYFI-ക്കാർ പാർട്ടിയുടെ ആരുമല്ല എന്ന് പറയുന്ന ഒരു ഗതികേടിലേക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എത്തി. ഇപ്പം നോക്കൂ, മലബാറിൽ പ്രചരണത്തിനിറങ്ങിയിരിക്കുന്നത് സീതാറാം യെച്ചൂരിയാണ്. അതെ, 2 ദിവസമായിട്ട് അദ്ദേഹം അവിടെ. തിരുവനന്തപുരത്ത് പ്രകാശ് കാരാട്ടാണ്. വയനാട്ടിലെത്തിയത് വൃന്ദാക്കാരാട്ടാണ്. അപ്പോൾ ഈ തരത്തിൽ പ്രചരണത്തിൻ്റെ ചുക്കാൻ മുഖ്യമന്ത്രിയിൽ നിന്ന് മറ്റ് ചില ശക്തി കേന്ദ്രങ്ങളിലേക്ക് പോവുകയാണ്. ഇത് വരാൻ പോകുന്ന CPM രാഷ്ട്രീയത്തിൻ്റെ ചില സൂചനകൾ കൂടിയായിട്ട്. ഇന്ന് ഗോവിന്ദൻ പത്രലേഖകരോട് മാധ്യമപ്രവർത്തകരോട് പറയുന്നത് കണ്ടു. എക്സാലോജിക്കിൻ്റെ ഇന്ന് ഒരു പത്രലേഖകരിൽ നിന്ന് ചോദ്യം വന്നപ്പോൾ ഗോവിന്ദൻ അതിന് ഉത്തരം പറഞ്ഞു. പിണറായി വിജയൻ പക്ഷെ നേരത്തെ അദ്ദേഹത്തിൻ്റെ മൈക്ക് ഈ എക്സാലോജിക് ചോദ്യം വന്നപ്പോൾ ഓഫ് ചെയ്തിരുന്നല്ലോ. ഇത് ഗോവിന്ദൻ എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ചോദ്യം നടക്കട്ടെ എന്നേ. ആരാന്ന് വെച്ചാൽ അത് നടക്കട്ടെ, ഞങ്ങൾക്ക് ഇതിൽ പേടിക്കാനൊന്നുമില്ല എന്ന് ഗോവിന്ദന്റെ പൊസിഷൻ ക്ലിയർ ആണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് പറയുന്നതിന് തുല്യമാണ്. അല്ലേ? അപ്പോൾ അത് ഇദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു പാർട്ടി നേതൃത്വം പതുക്കെ. അത് മറ്റേ താൽക്കാലിക സെക്രട്ടറിയെ കണ്ണൂരിൽ എടുത്തപ്പോഴും ഒക്കെ അത് ദൃശ്യമാണ്. അത് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളൊന്നും അല്ല. അപ്പോൾ സുജാതന് എന്താണ് തോന്നുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു അഴിച്ചുപണി കഴിയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്ത് അഴിച്ചുപണി വരുമോ? പാർട്ടി ഗവൺമെൻറ് തലപ്പത്തിലാണല്ലോ ആദ്യമായിട്ട് വേണ്ടത്. അതല്ലേ പിന്നീട് സമൂഹത്തിലേക്കും പാർട്ടിയിലേക്കും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുക. അപ്പോൾ തീർച്ചയായിട്ടും ചില മാറ്റങ്ങൾ ജൂൺ 4-ന് ശേഷം സംഭവിക്കാം കേരളത്തിൽ. ഈ കോടിയേരി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരുമാതിരി ഈ സെക്രട്ടറിയുടെ ജോലിയും കൂടി എടുത്തിരുന്നത് മുഖ്യമന്ത്രിയാണ്. കാരണം അദ്ദേഹം തന്നെയാണ് പാർട്ടി കാര്യങ്ങളും ഭരണകാര്യങ്ങളും തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഗോവിന്ദൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ അതിനൊരു വ്യത്യാസം വന്നിരിക്കുന്നു അല്ലേ? അല്ല, ഗോവിന്ദൻ മുഖ്യമന്ത്രിയെ കൈവിട്ടു എന്നൊന്നും നമുക്ക് പറയാറായിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ മുഖ്യമന്ത്രിയുടെ അനാരോഗ്യം പരിഗണിച്ചാണോ എന്ന് പറയാൻ നിർവാഹമില്ല. കാരണം CPI-യുടെ മണ്ഡലങ്ങളിൽ, CPI മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ സജീവമായിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അല്ല, CPI സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണമെന്ന് CPM അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടല്ലോ. CPI മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിലെയും അവരുടെ സ്ഥാനാർത്ഥികൾ പ്രവർത്തനമൊക്കെ ഊർജ്ജസ്വലമാണ്. പക്ഷേ CPM-ന്റെ പിൻബലം അതിന് ഭംഗ്യന്തരേണ ലഭിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും പാർട്ടി അണികൾ
ഈ 4 മണ്ഡലങ്ങളിലും CPI മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിലും സജീവമായി രംഗത്തില്ല. അവർ തൊട്ടടുത്തുള്ള പാർട്ടിയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പോയിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളവർ ആറ്റിങ്ങലിലേക്ക് പോയിരിക്കുന്നു. പാർട്ടി സെക്രട്ടറിയാണ് അവിടെ, ജില്ലാ സെക്രട്ടറിയാണ് മത്സരിക്കുന്നത്. കുറേ ആളുകൾ പത്തനംതിട്ടയിലേക്ക് പോരുന്നില്ല. ആലപ്പുഴയിലേക്ക് ആരും വരുന്നതുമില്ല. കാരണം അവിടെ പാർട്ടി തന്നെ പല തട്ടുകളിലാണ്. അങ്ങനെ ഒക്കെ തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ CPI തൃശ്ശൂർ ഉള്ളവരും പാലക്കാട്ടേക്ക് മാറുന്നു, ചിലർ കോഴിക്കോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. വടകരയിൽ പോയിട്ട് പിണറായി വിജയൻ ആ ബോംബ് പരിപാടികളിലേക്ക് ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു അല്ലേ? അദ്ദേഹം അവിടെ പോകേണ്ടതാണല്ലോ അല്ലേ? അവിടുത്തെ പാർട്ടി അണികളുടെ ചോദ്യങ്ങൾ അദ്ദേഹം നേരിടേണ്ടതല്ലേ? പക്ഷേ അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അദ്ദേഹം അവിടെ ചെല്ലണം. കൂട്ടിക്കുഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയെ കുറച്ച് പിണറായി വിജയൻ ചീത്ത പറഞ്ഞാണ് നിൽക്കുന്നത്. അതാണെങ്കിൽ അപ്രസക്തവുമാണ്. കാരണം ദേശീയ തലത്തിൽ അവർ മുന്നണിയാണല്ലോ. അതെ അതെ. അപ്പോൾ നിർഭാഗ്യകരമാണ് ഇങ്ങനെ പോരാടിയ ഒരു മനുഷ്യൻ അപ്രസക്തനാകുന്നു എന്നത്. ഇത് നമുക്ക് കിട്ടുന്ന സൂചനകളാണ്. ഇതിന് ഒരു വ്യക്തത വരാൻ നമ്മൾ കുറച്ച് കാത്തിരിക്കണം. തീർച്ചയായിട്ടും ഇത് ആ ലെവലിലേക്കാണ് പോകുന്നത്. ജൂൺ 4-ന് ശേഷം നമുക്ക് നോക്കാം.